ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. മൂവിയുടെ പേര് ഹൈഡ് എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ മൂവിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു ഒഴിവാക്ക 20 വർഷത്തോളമായി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ പരിസരമാണ് കാണിക്കുന്നത്. രാത്രി കുറച്ച് കുട്ടികൾ ആ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കുട്ടി താഴേക്ക് നോക്കുമ്പോൾ താൻ നിൽക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു പന്തികേട് അവന് തോന്നും. പെട്ടെന്ന് അവൻ താഴേക്ക് പോകും. അപ്പോഴാണ് അവൻ മനസ്സിലാകുന്നത് അതൊരു അണ്ടർഗ്രൗണ്ട് ഏരിയ ആണ്, ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട്സ് വന്ന് എന്തെങ്കിലും പറ്റിയോന്നൊക്കെ ചോദിക്കും. അവൻ പറയും ഒന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ലാമ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നോക്കാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് അവൻ മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ പെട്ടെന്ന് നെട്ടി അലർന്ന് വെച്ച് കേൾക്കുക. നോക്കുമ്പോൾ അവിടെ കുറേ ഡെഡ് ബോഡീസ് പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അത് ആ ഡെഡ് ബോഡീസൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലൂയിഡൊക്കെ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിയിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ കാണിക്കുന്ന വിഷ്വല് ഡിറ്റക്റ്റീവിൻ്റെ മൊബൈലിലേക്ക് ഇത് ഫോൺ കോൾ വരുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാരൊക്കെ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവർ ഇത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ 2 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് വാറൻ എന്ന പേരുള്ള ഒരാൾ, ഒരു ലേഡി ഓഫീസറും മറ്റൊന്ന് ഡിറ്റക്റ്റീവ് വിൽസൺ എന്ന് പറയുന്ന ഒരു മെയിൽ ഓഫീസറുമാണ് ഉണ്ടാവുക. അങ്ങനെ ഇവർ അവിടെ വന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഇതൊരു അബാൻഡൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ്. 20 വർഷത്തോളമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇവർ ഈ ടണലിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നോക്കുന്നു. അപ്പോൾ ഈ ബോഡീസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 6 പെൺകുട്ടികളുടെ യങ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ ബോഡീസാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ അവിടുന്ന് കിട്ടിയ ഐറ്റംസ്, ബാക്കിയുള്ള കുറേ ആ വിക്ടിംസിൻ്റെ കുറേ ഐറ്റംസ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു നെക്ലേസ് ഇവർക്ക് കിട്ടും. ആ നെക്ലേസിലൊരു പേര് എഴുതിയിട്ടുണ്ടാകും. അനബെല്ല ഗ്രേഞ്ചർ എന്ന് പറഞ്ഞ ഒരു പേര് അതിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ തന്നെ ഓഫീസർ ഈ വാറൻ പറയും ആരാണ് അനബെല്ല എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഇവരെ പോലീസ് സ്റ്റേഷൻ അകത്ത് നടക്കുന്ന ഡിസ്കഷനാണ്. ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു കേസിനെ കുറിച്ചാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാതറിൻ ക്ലാഗ്നൻ എന്ന് പറഞ്ഞ ഒരു 17 വയസ്സുകാരിയെ കാണാതായ കേസ്. അതിൽ ഈ 17 വയസ്സുകാരിയായ കാതറിനെ റിച്ചാർഡ് ഉംബ്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് ഇതുപോലെ അണ്ടർഗ്രൗണ്ടിൽ ഒളിപ്പിച്ചു വെക്കുകയും പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആരോ കണ്ടുപിടിച്ചതുകൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റി. ഈ റിച്ചാർഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ വെച്ച് അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ കേസുമായിട്ട് ഈ ഒരു കേസിന് സാമ്യതയുണ്ട്. ഇതിലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണ് പെൺകുട്ടികൾ ഒളിപ്പിച്ചു വെച്ചത്, ബോഡി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഈ ഡിറ്റക്റ്റീവ് വാറൻ പറയുന്നുണ്ട്. പിന്നെ ഓഫീസിലുള്ള മറ്റൊരു സ്റ്റാഫിനെ ഈ വാറൻ വിളിക്കുന്നുണ്ട്. അയാളോട് അയാളുടെ അമ്മ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നു ജോലിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ജോലി തന്നെ നോക്കുന്നുണ്ട്. അതേസമയം ഈ സ്റ്റാഫ് വാറനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ചാർലി മാർവിൻ എന്ന് പറഞ്ഞ ഒരാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അയാൾ ഈ ഹോസ്പിറ്റലിൽ മുമ്പ് 20 വർഷം മുന്നേ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അയാൾക്ക് ഇതിനെക്കുറിച്ച് എന്തോ പറയാനുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ ആ നെക്ലേസിലുണ്ടായിരുന്ന പേരിൻ്റെ ഉടമസ്ഥ അനബെല്ല ഗ്രാനോർ എന്ന് പറയുന്ന പെൺകുട്ടി സ്റ്റേഷനിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാനാണ് അനബെല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി വരുന്നത്. പിന്നീട് അനബെല്ല അവളെക്കുറിച്ച് പറയാണ്. അതായത് അച്ഛൻ റസൽ ഗ്രാനറാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു ദിവസം ഈ നാട് വിട്ട് പോവുകയാണ് ഉണ്ടായത്. നാട് വിട്ട് പോയതിന് ശേഷം അവൾ പേരും അഡ്രസ്സൊക്കെ വേറെ ആയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് മാറുമ്പോഴും അച്ഛൻ അവളുടെ പേരും അഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവൾ കുറച്ചു കാലം മാത്രമേ ആ നാട്ടിൽ നിന്നിട്ടുള്ളൂ. ആ നെക്ലേസ് ആര് തന്നു എന്നറിയില്ല. ആരോ ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ആൾ എപ്പോഴും അവൾക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ
വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെക്കുമായിരുന്നു. അതിൽപ്പെട്ടതായിരുന്നു ഈ നെക്ലേസ്. ആ നെക്ലേസ് ഇവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവള് അവിടുന്ന് സ്ഥലം മാറി പോകുന്നതിന് മുന്നേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ നെയ്ബറിൽ താമസിക്കുന്ന ഡോറി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഈ നെക്ലേസ് അവളുടെ ഇഷ്ടം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഡോറിയുടെ കയ്യിലായിരുന്നു ആ നെക്ലേസ് ഉണ്ടായിരുന്നത് എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, ആ ബോഡി ഡോറിയുടെ ബോഡിയാണോ? പോലീസുകാർ പറയുന്നുണ്ട് അറിയില്ല, ഒന്നും അറിയില്ല, ഇതുവരെ അതൊന്നും കൺഫേം ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പോലീസുകാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ സ്ഥലം മാറിപ്പോയത് എന്നൊക്കെ. അപ്പോൾ ഇവള് പറയുന്ന അറിയില്ല, ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അയാളെ പേടിച്ചിട്ടാണ് അച്ഛനെന്നെയും കൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാരാണ് എന്താണ് എന്നൊന്നും അവൾക്കറിയില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനബല പോയതിനു ശേഷം ഈ ഡിറ്റക്റ്റീവ് വാറൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അനബല എങ്ങനെയായാലും ഈ ഒരു കേസുമായിട്ട് കണക്റ്റഡ് ആണ്. അവൾക്ക് കില്ലറിനെ അറിയില്ലെങ്കിലും കില്ലറിന് അവളെ അറിയാം എന്നത് ഉറപ്പാണ് എന്ന് ഈ വാരൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ വാരനും വിൽസണും കൂടി അനബല ആദ്യം താമസിച്ചിരുന്ന അവരുടെ ആ ഒരു അഡ്രസ്സിലേക്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അയൽവാസിയായിരുന്ന വ്യക്തിയോട് വിവരങ്ങൾ ചോദിക്കുന്നതാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഈ അയൽവാസി പറയുന്നുണ്ട് അയാളൊരു ഭ്രാന്തനെ പോലെയായിരുന്നു ഈ അനബലയുടെ അച്ഛൻ. ആരോ ഫോളോ ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോഴും പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ആരും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് ഭ്രാന്താണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവിടെയുള്ള വേറൊരു വ്യക്തിയുടെ വീടിൻ്റെ മുകളിൽ തട്ടിൻ പുറത്തായി എലീൻ്റെ ശല്യം കാരണം ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ആരോ താമസിക്കുന്നുണ്ട് ആ തട്ടിൻ പുറത്ത് എന്ന് മനസ്സിലായത്. അവിടെ ഒരാൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളും കിടക്കയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരാ താമസിച്ചിരുന്നത് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവർ സ്റ്റേഷനിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അവർ പറയുന്നുണ്ട് ഡോറി എന്ന് പറയുന്ന പെൺകുട്ടി മിസ്സിങ് ആയത് ഒരിക്കലും അവളുടെ വീട്ടിൽ വെച്ചല്ല, അവളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ വെച്ചാണ് അവൾ മിസ്സിങ് ആയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് റസൽ അനബല്ലയുടെ അച്ഛൻ ജോലി ചെയ്തിരുന്നതും ഒരു മാത്തമാറ്റിക് പ്രൊഫസറായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അയാളുമായിട്ട് അടുപ്പമുള്ള ഒരു സ്റ്റാഫുണ്ട്. അയാൾ വേറെ എവിടെയോ പോയിട്ടുണ്ട്. തിരിച്ചെത്തുമ്പോൾ അയാളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിൽസൺ പിന്നെയും പോയി അനബെല്ലേൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ വിചാരിച്ചു ഗിഫ്റ്റൊക്കെ തരുന്നത് ഏതോ ഒരു കുട്ടിയായിരിക്കാം, ഏതോ എന്നെ ഇഷ്ടമുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലാതെ പിന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു അജ്ഞാതനാണ് എന്ന് എനിക്കറിയില്ല എന്നാണ് അനബല പറയുന്നത്. അങ്ങനെ പിന്നെ ഇവർ അനബല റൂമിലേക്ക് പോകുമ്പം ഡെലിവറി മാൻ വരുന്നുണ്ട്. അപ്പം താങ്ക്സ് ബെന്ന് പറയുന്നുണ്ട് അനബല. അപ്പം വിൽസൺ ചോദിക്കുന്നുണ്ട് ഡെലിവറി മാൻ്റെ പേരൊക്കെ അറിയാം, വളരെ നല്ല ആളാണ്, വളരെ ക്ലോസ് ആണ്, ഹെൽപ്ഫുള്ളാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾ അങ്ങനെ വിൽസൺ അവളുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മയുടെ പാരൻസ് അവൾ ജനിക്കുന്നതിന് മുന്നേ മരിച്ചുപോയി. അമ്മ അവൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചു. അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് റസൽ ഗ്രാനാറിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അവളുടെ അമ്മ ഓവർഡോസ് എടുത്ത് മരിച്ചതാണ്, സൂയിസൈഡായിരുന്നു എന്ന് പറയും. അങ്ങനെ ഈ വിൽസൺ ഒരു പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അവിടെ വെച്ച് അവൾ പറയും അവളുടെ ഡ്രീം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നാണ്. ഒരു സ്വന്തമായിട്ടൊരു പേരിൽ, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയിൽ, സ്വന്തമായിട്ടൊരു വീട്ടിൽ ഇന്നയാളുടെ ഭാര്യ എന്ന രീതിയിൽ അവൾക്ക് സ്വന്തമായിട്ടൊരിതിൽ ജീവിക്കണം എന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിൽസൺ അവളടുത്ത് പറയുന്നു ഇതിനു മുന്നേ ഇതുപോലൊരു കേസ് നടന്നിട്ടുണ്ട്. കാതറിൻ ഗാഗ്നോ എന്ന് പറഞ്ഞ ഒരു 17 വയസ്സുകാരിനെ ഇതുപോലെ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് അയാളെ അണ്ടർഗ്രൗണ്ടിൽ ആളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൾ രക്ഷപ്പെട്ടു. അവളെ കാണാൻ തന്നെ പോലെ തന്നെ ഉണ്ട്, അങ്ങനെ അവൾക്ക് തന്നെ മീറ്റ് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവൾ പറയും മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, അവൾക്ക് ഡോറി മരണപ്പെട്ട സ്ഥലത്ത് പോകണം,
അവിടെ കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ കാതറിനെ കാണാൻ കൂടെ വരുള്ളൂ എന്ന് അനബെല്ല വിൽസനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ വിൽസൺ 6 പെൺകുട്ടികളുടെ ബോഡി കിട്ടിയ അണ്ടർഗ്രൗണ്ട് ടണലിലേക്ക് ഈ അനബെല്ലേനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവൾ ഇത് കണ്ട് വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തല ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചാർലി മാർവിൻ എന്ന ആളാണ് താനാണ് ആ ഡോക്ടർ അന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മറ്റൊരാൾ കടന്നു വരുന്നുണ്ട്. അപ്പം ഈ വാരൻ യു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് താനാണോ അയാൾ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അയാളോട് സംസാരിക്കാൻ. പിന്നീട് ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ ചാർലി മാർവിൻ എന്ന് പറഞ്ഞു വന്ന ആള് വാരനോട് ഈ അയാൾ അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ ആ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആയിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്ററിൻ്റെ കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ചത് ക്രിസ്റ്റഫർ യൂള എന്ന് പറയുന്ന ആളാണ് ആ ഒരു കൊലപാതകം ചെയ്തത് എന്നാണ്. അയാളൊരു വെൽത്തി ഫാമിലിയിൽ നിന്നുള്ള സ്മാർട്ടായിട്ടുള്ള ഗായ് ആയിരുന്നു. പക്ഷെ അതിന് അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം അയാളെ ബ്രിഡ്ജ് വാട്ടറിലുള്ള ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ സ്റ്റാഫ് ചുമ്മാ ഒരാൾ ഫണ്ണിയായിട്ട് ചോദിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ നല്ല എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ചാർലി മാർവിൻ എന്ന് പറയുന്ന ആൾ പറയും ബെഞ്ചി എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഒരു മൃഗീയമായിട്ടുള്ള പെരുമാറ്റമുള്ള ഒരു കുട്ടിയായിരുന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷം അവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നീട് ബെഞ്ചി ഒരു പ്രൈവറ്റ് സ്കൂളിലേക്ക് അയക്കുകയും അവിടെ വെച്ച് അവൻ പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ട് മൂവ് ഓൺ ആവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. സ്റ്റേഷനിൽ വെച്ച് ഈ ചാർലി മാർവിൻ അനബെല്ലേനെ കാണുകയും അപ്പോൾ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, തന്നെ നല്ല പരിചയമുണ്ട് എന്ന് പറയുമ്പോൾ അനബെല്ല തിരിച്ചു പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല താങ്കളെ, ആദ്യമായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത് എന്ന് പറയുന്നത്. പിന്നീട് അനബെല്ലയും കൂട്ടി ഡിറ്റക്റ്റീവ് വാരൻ ഡോറിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഡോറിയുടെ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവർ ഡോറിയുടെ അമ്മ കുറേ പഴയ ഫോട്ടോസൊക്കെ അനബെല്ലയ്ക്ക് എടുത്ത് കൊടുക്കും. അങ്ങനെ അവൾ അതൊക്കെ നോക്കാൻ തുടങ്ങും. അങ്ങനെ പെട്ടെന്ന് അനബെല്ല അതിലൊരു ഫോട്ടോ കണ്ട് ഷോക്കാവും. അത് അവളും ഡോറിയും അവരെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് കാതറിൻ കാഗ്നോയുടെ വീട്ടിലേക്ക് അവളെ കാണാൻ വേണ്ടി ഡിറ്റക്റ്റീവ് വാരനും ഡിറ്റക്റ്റീവ് വിൽസണും അനബെല്ലയും കൂട്ടി പോകുന്നതാണ്. അങ്ങനെ അത് ഭയങ്കര വലിയൊരു വീടായിരിക്കും. അപ്പം ഈ അനബെല്ല കാതറിനോട് പറയും തങ്ങളുടെ വീട് വളരെ മനോഹരമാണെന്ന്. അപ്പോൾ അവൾ പറയും ഡിവോഴ്സ് ആയപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പ്രായശ്ചിത്തമാണ് ഈ വീട് എന്നൊക്കെ പറയുന്നുണ്ട് കാതറിൻ. പിന്നെ ഇവർ കേസിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് ഈ കാതറിൻ ഭയങ്കര ഇമോഷണൽ ആവുകയും അവിടെ നിന്ന് എണീച്ച് മാറി പോവുകയും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാതറിൻ്റെ ബാക്കിൽ അനബെല്ലയും പോകുന്നുണ്ട്. അവർ തമ്മിൽ രണ്ടാളും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പം കാതറിൻ കാഷ്വലായിട്ട് തന്നെ അനബെല്ലേൻ്റെ അടുത്ത് തൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അനബെല്ല അവിടെ നിന്ന് എണീറ്റപ്പോൾ പെട്ടെന്ന് തന്നെ അനബെല്ലേൻ്റെ ബാഗ് അവളുടെ കൈ തട്ടി താഴേക്ക് വീകും. അപ്പോൾ താഴേക്ക് വീകുമ്പോൾ അതിൽ നിന്ന് ആ ഫോട്ടോ പെട്ടെന്ന് പുറത്തേക്ക് വരും. ആ ഫോട്ടോയിൽ അനബെല്ലയുടെ അച്ഛനും ഡോറിയുടെ അമ്മ അനബെല്ല ഇവരെല്ലാം നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ടപ്പോൾ കാതറിൻ എന്തോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. പെട്ടെന്ന് തന്നെ കാതറിൻ ആ ഫോട്ടോ എടുത്ത് ഈ ആൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ അച്ഛൻ, മാത്തമാറ്റിക് പ്രൊഫസറായിട്ട് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ കാതറിൻ പെട്ടെന്ന് പറയും എന്നോട് കള്ളം പറയരുത്, എനിക്ക് ഇയാളെ അറിയാം, ഇയാളെന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നീട് കാതറിൻ ഇവരോട് എല്ലാവരോടും കൂടി പറയും രക്ഷപ്പെട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് FBI നിന്നും എന്ന രീതിയിൽ ഇവളുടെ ഫാദർ അനബെല്ലയുടെ ഫാദറായിട്ടുള്ള റസൽ ഗ്രേനർ ഇവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ കൊണ്ടാണ് വന്നത്. ആ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളാണോ കിഡ്നാപ്പ് ചെയ്തത് എന്ന് ചോദിച്ചു എന്നും ഒക്കെ കാതറിൻ ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട്.
അന്നബെല്ലേനെ ഒരാൾ ഫോളോ ചെയ്യുന്നത് തുടങ്ങുന്നതിന് മുന്നേ ആണ് ഈ കാത്തറിൻ്റെ ഈ കിഡ്നാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ആ സമയത്ത് എന്തിനായിരിക്കും ഇതിനെക്കുറിച്ച് അന്നബെല്ലയുടെ ഫാദർ ആ കുട്ടിയോട് കാത്തറിനോട് പോയി ചോദിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വാരൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഇതുപോലൊരു ക്രൈം ചെയ്യാൻ അയാൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം എന്നൊക്കെ ഉള്ള ഡൗട്ട്സൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിനെ പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് വാരൻ അമ്മ സുഖമില്ലാതെ കിടന്നിരുന്ന ആ സ്റ്റാഫിൻ്റെ അടുത്ത് ഡ്യൂട്ടി നിർത്തി പോയി അമ്മയെ കാണാൻ വേണ്ടി, അമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടുന്ന് ഡ്യൂട്ടി നിർത്തി ഹോസ്പിറ്റലിലേക്ക് അയാളുടെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഈ ഡിറ്റക്റ്റീവ്സ് എല്ലാവരും ചേർന്ന് അവിടെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ട ക്രിസ്റ്റഫർ യോള എന്ന് പറഞ്ഞ ആളുടെ ഫാദറിനെ മദറിനെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ അവരുടെ സ്റ്റോറി പറയുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഇവർ ക്രിസ്റ്റഫർ ഓളാനെ കുറിച്ച് പറയാൻ തുടങ്ങി. അവന് 12 വയസ്സുള്ളപ്പം അവരുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, ഗബ്രിയൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ 12 വയസ്സുള്ള ഈ ക്രിസ്റ്റഫറിനെ അവർ സെക്ഷുവലി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം പാരൻസ് ഇവർ കണ്ടുപിടിച്ചപ്പോൾ ഇവർ ആ സ്ത്രീയെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ അതിൻ്റെ ശേഷം ക്രിസ്റ്റഫറിൻ്റെ മാനസികനില വളരെയധികം മോശമായി. അവൻ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നീട് ഒരിക്കൽ അവർ കാണുന്നത് ഇവൻ്റെ അനിയത്തിയെ സെക്സിന് വേണ്ടി അവൻ്റെ അനിയത്തിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് അവനെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് വാരനും ഡിറ്റക്റ്റീവ് വിൽസനും വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന ഭാഗമാണ്. അതിനുശേഷം അവിടുത്തെ സംസാരത്തിനൊക്കെ ശേഷം അവർ ഡിറ്റക്റ്റീവ് വാരൻ തിരിച്ചു പോകാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഫോൺ കോൾ വരും. അപ്പോൾ ഫോൺ കോളിൽ ഇങ്ങനെയായിരുന്നു പറയുന്നത്, രാത്രി നാളെ 3:33 ഹോസ്പിറ്റൽ പരിസരത്തേക്ക് വരണം, ആ നെക്ലേസ് കഴുത്തിലിട്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് എന്നാണ് ആ കോളിൽ പറയുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് കറക്റ്റ് 3:33 ആകുമ്പം ഈ വാരൻ ആ സ്ഥലത്തേക്ക് നെക്ലേസ് ഇട്ടുകൊണ്ട് പോകും. പക്ഷെ ഓൾറെഡി സ്റ്റാഫ്സ് അവർ ഗണ്ണൊക്കെ പിടിച്ച് റെഡിയായി മറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു പട്ടി ദൂരെ നിന്ന് കുരച്ചുകൊണ്ട് വന്ന് വാരനെ ഉപദ്രവിക്കാൻ തുടങ്ങും. വിൽസൺ ഓടി വന്ന് വാരനെ രക്ഷിക്കും. ആ പട്ടിയെ ഷൂട്ട് ചെയ്ത് വിൽസനെ രക്ഷിക്കുന്നുണ്ട്. അവർ ആ ഗ്രൗണ്ട് മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വാരൻ പെട്ടെന്ന് പറയും, ഇതൊക്കെ ചിലപ്പോൾ കില്ലറിനെ നേരത്തെ അറിയാമായിരിക്കും, നമ്മളിങ്ങനെ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് കില്ലറിന് നേരത്തെ അറിയാമായിരിക്കും. അപ്പോൾ ശരിക്കും അനബെല്ലയുടെ അടുത്ത് നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടി കില്ലർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാൻ ആയിരിക്കാം ഇത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വാരൻ വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വാരൻ വിൽസനെയും കൂട്ടി വണ്ടിയെടുത്ത് അനബെല്ല താമസിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് അനബെല്ലയുടെ റൂമാണ്. അവൾ പെട്ടെന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഡോറിന് ആരോ മുട്ടുന്നുണ്ട്. അപ്പം അവൾ പേടിച്ചുകൊണ്ട് മെല്ലെ പോയി ജനലിനുള്ളിൽ കൂടി നോക്കുമ്പോൾ ആരെയും കാണില്ല. അപ്പോൾ അവൾ ഡോറ് തുറക്കുമ്പോൾ പെട്ടെന്ന് താഴെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആരോ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കുതിരയുടെ പ്രതിമ, ചെറിയ ഒരു കുതിരയുടെ പ്രതിമയാണ് ഉണ്ടാകുക. പക്ഷെ അവൾ ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ പോലീസ് സ്റ്റാഫും വാരനും വിൽസണും മറ്റു പോലീസ് സ്റ്റാഫും ഒക്കെ എത്തും. ഇവിടെ വെച്ച് അവർക്കൊരു കോൾ വരും. അതായത് യൂണിവേഴ്സിറ്റിയിൽ റസൽ ഗ്രാനാൻ്റെ, അതായത് അനബെല്ലയുടെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന, അച്ഛൻ്റെ കൂടെ ക്ലോസായി വർക്ക് ചെയ്തിരുന്ന ആ സ്റ്റാഫ് തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോൾ വരും. അങ്ങനെ വാരനും വിൽസനും കൂടി അയാളെ കാണാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. അപ്പം അയാൾ പറയും കൂടുതലായിട്ടൊന്നും അനബെല്ലയുടെ ഫാദർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അയാളുടെ കുറച്ച് സാധനങ്ങൾ അവിടുത്തെ സ്റ്റാഫ് റൂമിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്
ഒരു ബോക്സ് എടുത്ത് വാരനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അതിനകത്ത് നോക്കുമ്പോൾ അവിടുന്ന് അതിൽ നിന്നൊരു ഫോട്ടോ കിട്ടും. ആ ഫോട്ടോയിൽ രണ്ട് കുട്ടികളുടെ ഫോട്ടോ ആയിരിക്കും. അതിൻ്റെ ബാക്കിൽ മീ ആൻഡ് ടോമി എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഇവർ ആ ഫോട്ടോയെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ആനപ്പല്ലയുടെ ഫാദർ റസൽ, അയാൾക്കൊരു അനിയനുണ്ടായിരുന്നു ടോമി എന്ന് പറയുന്നത്. ഇവരുടെ അച്ഛൻ അമ്മയെ കൊല്ലുകയും അതിനുശേഷം അയാൾ സ്വന്തമായി ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം റസൽ പഠിച്ച് ഗ്രാജുവേറ്റായി കല്യാണം കഴിച്ച് സ്വന്തമായൊരു വീടൊക്കെ വാങ്ങി. പക്ഷെ ടോമിക്ക് ചെറിയ വയസ്സിൽ തന്നെ മെൻ്റൽ ഇഷ്യൂസ് കണ്ടെത്തിയിരുന്നു. അങ്ങനെ പിന്നീട് റസലിൻ്റെ വീട്ടിലേക്ക് ടോമി വന്നു. ടോമി റസലിൻ്റെ വൈഫിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ടോമി എപ്പോഴും റസലിൻ്റെ വൈഫിനോട് പറയാൻ തുടങ്ങി, അച്ഛൻ അമ്മയെ കൊന്ന പോലെ റസൽ നിന്നെ കൊല്ലും എന്ന് അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഇവർക്ക് കുട്ടികൾ ഉണ്ടായപ്പോൾ ഇവർക്ക് അനബെല്ല ജനിച്ചു. അങ്ങനെ പിന്നീട് റസലിന് അനബെല്ല ജനിച്ചപ്പോൾ ഈ കുട്ടിയെ എപ്പോഴും ഫോളോ ചെയ്യാൻ തുടങ്ങി. ടോമി എപ്പോഴും കുട്ടിയോട് ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ വിൽസൺ ഈ കാര്യങ്ങളൊക്കെ അനബെല്ലേനോട് അറിയിക്കുന്നതാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് വാരനും ഡിറ്റക്റ്റീവ് വിൽസണും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതൊരു കോയിൻസിഡൻ്റ് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ടോമി ആയിരിക്കില്ല കാതറിനെ കിഡ്നാപ്പ് ചെയ്തത്, ഉംബ്രിയോ തന്നെ ആയിരിക്കാം അത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്രിസ്റ്റഫർ യോളയുടെ കാര്യം ചോദിക്കുമ്പോൾ അത് ഒരു കില്ലർ ആയിരിക്കാം, പക്ഷെ നമ്മുടെ കില്ലർ അതായിരിക്കില്ല എന്നാണ് അപ്പം വാരൻ വിൽസനോട് പറയുന്നത്. അങ്ങനെ പിന്നെ മറ്റൊരു സ്റ്റാഫ് പറയുന്നുണ്ട്, റെക്കോർഡ്സിലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ടോമി എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ്സ് ഇല്ല, അങ്ങനെ ഒരാൾ അവിടെ അഡ്മിറ്റ് ആയിട്ടില്ല. പക്ഷെ ബെഞ്ചി എന്ന് പറയുന്ന ഒരാൾ അന്ന് പിന്നെ ചാർലി മാർവിൻ എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞ ബെഞ്ചി എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നു അയാളുടെ റെക്കോർഡ്സിൻ്റെ. അപ്പം മറ്റേ സ്റ്റാഫ് പറയുന്നത് ഈ ബെഞ്ചി എന്ന് പറയുന്ന ആൾ തന്നെ ആയിരിക്കാം ടോമി എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ വിൽസൺ പറയുന്നത് ചാർലി മാർവിൻ എന്ന് പറയുന്ന ഒരാൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഡോക്ടർ ആക്ച്വലി അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനബെല്ല അവളുടെ റൂമിലേക്ക് കയറാൻ വേണ്ടി ഡോറ് തുറക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ ഈ ചാർലി മാർവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അയാൾ കത്തിയെടുത്ത് കാണിച്ചിട്ട് അവളോട് അകത്തേക്ക് കയറാൻ പറയും. അങ്ങനെ അകത്ത് കയറി അയാൾ ഡോറ് ലോക്ക് ചെയ്യും. അപ്പോൾ അവൾ ചോദിക്കും, താനാണോ ആ പെൺകുട്ടികളെയൊക്കെ കൊന്ന് അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇട്ട് തൂക്കിയിട്ടതെന്ന് ചോദിക്കും. അപ്പം അയാൾ പറയും, നോ, ഞാനല്ല ചെയ്തത്, എനിക്ക് അതിനോടല്ല താല്പര്യം. അപ്പോഴാണ് അനബെല്ലയ്ക്ക് മനസ്സിലാവുന്നത് അത് ചാർലി മാർവിൻ അല്ല, പക്ഷെ അതാണ് ക്രിസ്റ്റഫർ യോള. കാണാനായി മെൻ്റൽ ഹോസ്പിറ്റലായിരുന്ന ക്രിസ്റ്റഫർ യോളയാണ് ചാർലി മാർവിൻ എന്ന കളപ്പേരിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അയാൾ പറയും, നിന്നെ പോലെയുള്ള പെൺകുട്ടികളെ നിന്നെ കാണാൻ ഗബ്രിയലിനെ പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അനബെല്ലേൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ പെട്ടെന്ന് അവൾ അലറി വിളിക്കുമ്പോൾ പുറത്തു നിന്ന് സൗണ്ട് കേട്ടിട്ട് ബെഞ്ചി പെട്ടെന്ന് ഡോറ് ചവിട്ടി തുറന്ന് അകത്തേക്ക് കിടക്കും. അപ്പോൾ എന്നിട്ട് ഇവർ തമ്മിൽ ബെഞ്ചിയും ഈ ക്രിസ്റ്റഫറും തമ്മിൽ അടിയാവും. അപ്പോൾ പെട്ടെന്ന് ക്രിസ്റ്റഫർ ബെഞ്ചിയുടെ പേര് ബെഞ്ചി എന്ന് വിളിക്കും. അയാൾ ബെഞ്ചി എന്ന് വിളിക്കും. അത് കേട്ട് അനബെല്ല ഞെട്ടും. അപ്പോൾ ബെഞ്ചി ക്രിസ്റ്റഫറിനെ അടിച്ച് താഴെയിടും. അതിനുശേഷം പിന്നെ അനബെല്ല ബെഞ്ചിയോട് ചോദിക്കും, അയാൾ തന്നെ ബെഞ്ചിന്ന് വിളിച്ചല്ലോ, അയാൾക്ക് തന്നെ അറിയോ, താൻ ആരാണ് എന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ ബെഞ്ച് പറയുന്നത്, ഞാൻ ശരിക്കും ടോമിയാണ്, ഞാനാണ് നിൻ്റെ അങ്കിൾ ടോമി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് പിന്നെ അവൾ അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴത്തേക്ക് പിന്നെ ടോമി ഇവളെ ഉപദ്രവിക്കാൻ നോക്കും. അപ്പോഴത്തേക്ക് ഡിറ്റക്റ്റീവ് വാരനും ഡിറ്റക്റ്റീവ് വിൽസണും അവിടെ എത്തും. അതിനുശേഷം ബെഞ്ചി അവരെ ഷൂട്ട് ചെയ്യും.
അങ്ങനെ അവർ അനബലേനെ രക്ഷപ്പെടുത്തും. ആ, ബെഞ്ചിയാണ് ആക്ച്വലി ടോമി. ശരിക്കും ബെഞ്ചി ആയിരുന്നു ടോമി. അവൾ അനബല്ലേനെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡെലിവറി മാൻ്റെ വേഷത്തിൽ അവിടെ വന്ന് നിന്നത്.